ഹായ്. നമ്മുടെ കുട്ടിക്ക് പെൻസിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പലതരം സാധനങ്ങൾ തൊടാൻ പേടിയാണോ? അല്ലെങ്കിൽ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ മടിയാണോ? സ്കൂളിൽ പോകുമ്പോൾ ഇത് പ്രശ്നമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ദുബായിൽ ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഈ വേവലാതി ഞാൻ ദിവസവും കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സെൻസറി ആക്ടിവിറ്റികളും ഫൈൻ മോട്ടോർ സ്കില്ലും വികസിപ്പിക്കാൻ സഹായിക്കുന്ന 8 ലളിതമായ DIY വഴികളാണ്. 1 രൂപ പോലും ചിലവില്ലാതെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആക്ടിവിറ്റികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് സെൻസറി പ്ലേ ഇത്ര പ്രാധാന്യമുള്ളത് എന്ന് നോക്കാം. കുട്ടികളുടെ തലച്ചോറിൻ്റെ വികാസത്തിന്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഈ അനുഭവം വളരെ അത്യാവശ്യമാണ്. കാഴ്ച, കേൾവി, സ്പർശനം, ഗന്ധം, രുചി ഈ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കളിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ തമ്മിലുള്ള ബന്ധം, ന്യൂറൽ കണക്ഷൻ ശക്തമാകും. ഇതിലൂടെ ഫൈൻ മോട്ടോർ സ്കിൽ, അതായത് വിരലുകളുടെ ബലം, പെൻസിൽ പിടിക്കാനുള്ള കഴിവ്, കണ്ണിൻ്റെയും കൈകളുടെയും ഏകോപനം വികസിക്കുന്നതൊക്കെ ഇതിലൂടെയാണ്. പ്രത്യേകിച്ച് ഓട്ടിസം, ADHD പോലുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 1990കളിലും 2000ത്തിൻ്റെ തുടക്കത്തിലും നമ്മളൊക്കെ എങ്ങനെയാണ് വളർന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കാമല്ലോ. അന്ന് കടകളിൽ പോയി വാങ്ങാൻ ഈ പറയുന്ന വില കൂടിയ സെൻസറി ടോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സെൻസറി പ്ലേ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരുന്നു. ഒന്നാമതായി, മഴയത്ത് ചെളിയിലും മണ്ണിലും പുരണ്ട് നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ട്. ആ കളി നമ്മുടെ ഏറ്റവും വലിയ സ്പർശന ഉത്തേജനം, അതായത് ടാക്ടൈൽ സെൻസറി ഇൻപുട്ടായിരുന്നു. രണ്ടാമതായി, മുറ്റത്ത് നിന്ന് മഞ്ചാടിക്കുരുകളും കുന്നിക്കുരുകളും പെറുക്കി എടുക്കുന്നതും അത് പാത്രത്തിലിട്ട് കുലുക്കുന്നതുമൊക്കെ എത്ര മികച്ച ഒരു ഫൈൻ മോട്ടോർ ആക്ടിവിറ്റിയാണെന്ന് ഇന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. മൂന്നാമതായി, അശ്രദ്ധമായി വീഴാതെ ഈർക്കിൽ പെറുക്കിയെടുക്കുന്ന നൂറ്റാങ്കുള്ളി എന്ന കളികളൊക്കെ വിരലുകളുടെ കോർഡിനേഷൻ, പിൻസർ ഗ്രാസ്പ് റെഡിയാക്കുകയും ഓലപ്പീപ്പി കൊണ്ട് ഊതുമ്പോൾ വായുടെ പേശികളുടെ വികസനം, അതായത് ഓറൽ മോട്ടോർ സ്കില്ല്, ഇതൊക്കെ പ്രകൃതി സൗജന്യമായി നമുക്ക് തന്നിരുന്നു. അതുപോലെ തൊട്ടാവാടി തൊട്ടു നോക്കുന്നതും പറന്ന് നടക്കുന്ന പൂപ്പൻ താടി പിടിക്കാൻ ഓടുന്നതുമൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ എത്രത്തോളം ഉത്തേജിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഫ്ലാറ്റുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്നവർക്കും മൊബൈൽ സ്ക്രീനുകൾക്ക് മുന്നിലും ഒതുങ്ങുമ്പോൾ ഈ സ്വാഭാവികമായ വളർച്ചയാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ അവർക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത്തരം ആക്ടിവിറ്റികൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ 8 സെൻസറി ആക്ടിവിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അരിയും പയറും മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ആൻഡ് ബീൻസ് സെൻസറി ബിൻ. 6 മാസം മുതൽ ഒരു ട്രേയിൽ അരിയും പയറും മിക്സ് ചെയ്ത് അതിൽ കളിപ്പാട്ടങ്ങൾ ഒളിപ്പിച്ച് വെക്കുക. ഇത് വാരി കളിക്കാനും മിക്സ് ചെയ്യുന്നതുമൊക്കെ കുട്ടികളുടെ വിരലുകൾക്ക് നല്ലതാണ്. അടുത്തത്, ഹിഡൻ ട്രഷർ. 1 വയസ്സ് മുതൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗോതമ്പ് പൊടി കൊണ്ടായാലും മതി. അതുകൊണ്ട് ചെറിയ ഒരു പ്ലേഡോ ഉണ്ടാക്കി ചെറിയ ബട്ടണുകളോ മുത്തുകളോ ഒളിപ്പിക്കുക. കുട്ടിയോട് അത് കണ്ടുപിടിക്കാൻ പറയുക. മൂന്നാമതായി, ഷേവിംഗ് ക്രീം കൊണ്ട് നമുക്ക് കളിക്കാം. 18 മാസം മുതൽ ഒരു മേശയിലോ വലിയ പ്ലേറ്റിലോ ഷേവിംഗ് ക്രീം അടിച്ച് അതിൽ ഫുഡ് കളർ ചേർത്ത് കളിക്കാൻ അനുവദിക്കുക. ഈ മെസ്സി പ്ലേ വിരൽ ബലം കൂട്ടുവാനും സെൻസറി റെഗുലേഷനും വേണ്ടി സഹായിക്കും. അടുത്തതായി, വാട്ടർ ബീഡ്സ്. 2 വയസ്സ് മുതൽ വെള്ളത്തിലിട്ട് വലുതാകുന്ന മുത്തുകൾ. ഇത് ഞെക്കുന്നതും പൊട്ടിക്കുന്നതും മാറ്റി കളിക്കുന്നതുമെല്ലാം വിരലുകൾക്ക് നല്ല വ്യായാമമാണ്. സൂപ്പർവിഷൻ നിർബന്ധമാണ്. അടുത്തത്, പോം ആൻഡ് ടീസേഴ്സ്. 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെറിയ പഞ്ഞിമുത്തുകൾ ടീസേഴ്സ് ഉപയോഗിച്ച് എടുത്ത് ഐസ് ട്രേയിൽ ഇടാൻ വേണ്ടി പറയുന്നു. ഇത് അവരുടെ ഐ ആൻഡ് കോർഡിനേഷന് വളരെ നല്ലതാണ്. അടുത്തത്, സെൻസറി ബോട്ടിൽ ഓർ കാം ഡൗൺ ജാർ. 1 വയസ്സ് മുതൽ ഒരു കാലിക്കുപ്പിയിൽ ഗ്ലിറ്റർ, വെള്ളം, അല്പം ഗ്ലൂ എന്നിവ ചേർത്ത് അടക്കുക. ശേഷം കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് ഇത് കാണിക്കുന്നത് അവരെ ശാന്തരാകാൻ സഹായിക്കും. അടുത്തത്, യോഗർട്ട് പെയിൻറ്റിങ്. 6 മാസം മുതൽ പിച്ച് വെക്കുന്ന കുട്ടികൾക്ക് തൈരിൽ ഫുഡ് കളർ ചേർത്ത് പെയിൻറ്റ് ചെയ്യാൻ നൽകാം. അവർ അബദ്ധത്തിൽ അത് വായിൽ വെച്ചാലും പേടിക്കേണ്ട. ശ്രദ്ധിക്കുക, ഫുഡ് കളർ വളരെ നേരിയ തോതിൽ മാത്രം ചേർക്കുക. അടുത്തത്, പൈപ്പ് ക്ലീനർ ആൻഡ് മുത്തുകൾ. 3 വയസ്സ് മുതൽ 3.5 വയസ്സിൽ കൂടിയ കുട്ടികൾക്ക് പൈപ്പ് ക്ലീനറിലോ നൂലിലോ മുത്തുകൾ ചേർത്ത് കോർക്കാൻ കൊടുക്കുക. ഇത് അഡ്വാൻസ്ഡ് ഫൈൻ മോട്ടോർ സ്കിൽസാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത്തരം കളികൾ മാതാപിതാക്കളുടെ പൂർണ്ണമായിട്ടുള്ള സൂപ്പർവിഷനിൽ വേണം നടക്കാൻ. ഒരിക്കലും കുട്ടികളെ ഫ്രീ ആയിട്ട് ഇത് കളിക്കാൻ വേണ്ടി അനുവദിക്കരുത്. അവർ ഇതിൽ പറഞ്ഞ വസ്തുക്കൾ വായിലിടാനോ മറ്റു അപകടങ്ങൾ സൃഷ്ടിക്കാനോ സാധ്യതയുണ്ട്.
മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടി ഏതെങ്കിലും ഒരു പ്രത്യേക ടെക്സ്ചറിൽ തൊടാൻ പേടിയോ അലർച്ചയോ കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ ഡിലേ കാണിക്കുന്നുണ്ടോ? ബട്ടൺസ് പിടിക്കാനോ പെൻസിൽ പിടിക്കാനോ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഇത് ചിലപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേയുടെ ആദ്യ ലക്ഷണങ്ങളാകാൻ സാധ്യതയുണ്ട്. ജനനം മുതൽ 3 വയസ്സിനുള്ളിൽ കൃത്യമായ സെൻസറി പ്ലേ അനുവദിച്ചാൽ 70 മുതൽ 80% വരെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീട് അഴുക്കാകുമെന്ന് പേടിച്ച് ഇത്തരം മെസ്സി പ്ലേ തടയരുത്. അടുത്തതായിട്ട്, കളിക്കാൻ കുട്ടിയെ ഒരിക്കലും നിർബന്ധിക്കാനും പാടില്ല. കാരണം സെൻസറി പ്ലേ നിർബന്ധിച്ച് കളിക്കേണ്ടതല്ല. ഒരേ തരം കളികളിൽ മാത്രം അവരെ കെട്ടിയിടാനും പാടില്ല. വ്യത്യസ്തമായവ നൽകുക. ചെറിയ സാധനങ്ങൾ നൽകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കണ്ണുവെട്ടത്തായിരിക്കണം. അതായത് അതിനൊരു ചോക്കിംഗ് ഹസാർഡ് ഉണ്ട്. ഈ 8 ആക്ടിവിറ്റികളും പ്രായത്തിനനുസരിച്ചുള്ള ചെക്ക് ലിസ്റ്റും അടങ്ങിയ ഫ്രീ സെൻസറി പ്ലേ ആക്ടിവിറ്റി കാർഡ്സ് ആൻഡ് ഫൈൻ മോട്ടോർ ചെക്ക് ലിസ്റ്റ് PDF വൈകാതെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതാണ്. ജോയിൻ ചെയ്യാത്തവർ താഴെയുള്ള ലിങ്ക് വഴി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമുക്ക് ലഭിച്ചിരുന്ന ആ സുവർണ കാലഘട്ടം നമ്മുടെ കുട്ടികൾക്കും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇന്നത്തെ നല്ല അനുഭവങ്ങളാണ് അവരുടെ നാളത്തെ നൊസ്റ്റാൾജിക് ഓർമ്മകൾ. ഭാസുരമായ ഒരു ഭാവിക്ക് മനോഹരമായ ഒരു കുട്ടിക്കാലം നമ്മൾ അവർക്ക് നൽകാനായി ശ്രമിക്കാം. നമ്മുടെ കുട്ടികളുടെ വിരലുകൾക്ക് ബലം കിട്ടട്ടെ. ആ കുഞ്ഞി വിരലുപയോഗിച്ച് അവർ വലിയ ലോകം കെട്ടിപ്പടുക്കട്ടെ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.